ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു another episode of Floaty. It's me, അഖില. കുറേ ആയില്ല ഒരു ലോങ് ലോങ് വീഡിയോ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ചെയ്യാമെന്ന്. ഇത്തവണ നമ്മൾ ചെയ്യാമെന്നത് സം ക്യൂട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം. ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ ഹെയർ സ്റ്റൈലും ഈ ഓപ്പൺ ഹെയറിൽ ചെയ്യുന്നതാണ്. ഇത്തവണ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഫ്രിസ്നെസ് ഇല്ലാത്ത നിങ്ങൾക്ക് ഹെയർ വ്യക്തമായി കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ പിന്നി അതും കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തതിന് ശേഷം ഹെയർ ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ വീഡിയോക്ക് ഞാനൊരു ക്യൂട്ട് ഹെയർ പിൻ വേണ്ടത് ഞാൻ പണ്ടെപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ വാങ്ങിയത്. ഞാൻ കുറച്ചിങ്ങനെ എല്ലാം സൂക്ഷിച്ച് വെക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഇതും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേ ഓക്കെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ വീഡിയോയും ഇപ്പം സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാർട്ടീഷൻ എടുക്കാം. നമ്മൾ ഇങ്ങനെ കുറച്ച് ഹെയർ എടുക്കുക, അത് പിന്നിടുക എന്ന് വെച്ചാൽ മൂന്നാക്കുക, എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദേ ഇങ്ങനെ വരും. ഇനി ഇതിൽ തന്നെ ഒരു ഷീൻ ചേർത്താം. ക്ലിപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു ഇഴ എടുക്കുക, അതിലേക്ക് നമ്മൾ ഹെയർ ഇട്ട് കൊടുക്കുക. ഒരു ഹെയർ എടുക്കുക, ആ ഇഴയിൽ കൂടെ പുറത്തേക്ക് ഇട്ടു. അതുപോലെ തൊട്ടടുത്ത ഇഴ എടുക്കുക, ഒരു ഹെയർ എടുക്കുക, ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി അടുത്തത് കുറച്ച് മുടി എടുക്കാം, പിന്നീട് എന്നിട്ട് ഒരെണ്ണം കളയുക. ഇവിടെ നിന്ന് ഒരു ഹെയർ എടുക്കുക,
അടുത്തൊരു ക്യൂട്ട് ഹെയർ സ്റ്റൈലാണ്. ഇതിനു വേണ്ടി നമ്മൾ സെൻട്രൽ പാർട്ടീഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഒരു സൈഡ് പാർട്ടീഷനും കൂടി എടുത്തിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഹെയർ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഒരു ഹെയർ ബണ്ണ് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ടൈ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആ ഹെയറിൻ്റെ തന്നെ സെൻറ്ററിലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റൗണ്ട് ചെയ്തിട്ട് ഹെയർ പുറത്തേക്ക് എടുക്കുക. എന്നാൽ ഒരു ട്വിസ്റ്റ് ചെയ്തിട്ട്, അപ്പം ട്വിസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷം ആ ബണ്ണൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ട്വിസ്റ്റ് ചെയ്ത ആ ഒരു ഭംഗിയുണ്ടല്ലോ അതങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ നമുക്ക് കറക്റ്റ് ക്ലിയറായിട്ട് ഇതുപോലെ കാണാൻ പറ്റും. സെയിം പ്രൊസീജിയർ അപ്പുറത്തെ സൈഡും ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ക്യൂട്ട് ഹെയർ സ്റ്റൈൽ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ക്ലിപ്പ് രണ്ട് സൈഡിലും ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി കാണാനൊരു ഭംഗിയൊക്കെ തോന്നും. ആൻഡ് നിങ്ങൾ ഫ്രണ്ടിൽ ഹെയർസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ താഴ്ത്തിയൊക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ ഒരു സൈഡിൽ കേളി ഹെയർ ഇങ്ങനെ ഫ്രിസ് ചെയ്തിട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പം നമ്മുടെ ക്യൂട്ട് ഹെയർ സ്റ്റൈൽ ഞാൻ ഇവിടെ നിർത്തുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ എപ്പിസോഡ് തീരുന്നില്ല. സോ മോർ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റണ്ടേ, അതുകൊണ്ട് തൊട്ടടുക്കുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചു. അപ്പം ഓക്കെ, ബൈ.